മുനിസിപ്പൽ കോമൺ സർവീസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ തസ്തികയുടെ ലിസ്റ്റിൽ യോഗ്യതയില്ലാത്തവർ കടന്നുകൂടിയതായി പരാതി. PSC നോട്ടിഫിക്കേഷൻ പറയുന്ന യോഗ്യതയില്ലാത്തവർ ലിസ്റ്റിൽ ഉൾപ്പെട്ടതോടെ യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ തഴയപ്പെട്ടു. സാനിറ്ററി ഇൻസ്പെക്ടർ ഡിപ്ലോമ കോഴ്സ് പാസ്സായവർക്ക് പകരം DHIC കോഴ്സ് പാസ്സായവരാണ് ലിസ്റ്റിലുള്ള 80%. മുനിസിപ്പൽ കോമൺ സർവീസിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 തസ്തികയിലേക്ക് PSC പറഞ്ഞിരിക്കുന്ന യോഗ്യത ഇവയൊക്കെയാണ്. ഇതിലൊന്നിലും ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ് യോഗ്യതയായി നൽകിയിട്ടുമില്ല. എന്നാൽ 2015 നവംബറിൽ നടന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് PSC പുറത്തുവിട്ടപ്പോൾ യോഗ്യതയില്ലാത്ത 80%ഓളം പേർ പട്ടികയിൽ ഇടം നേടിയെന്നാണ് ഇപ്പോഴുയരുന്ന ആരോപണം. മാത്രമല്ല PSC പറയുന്ന യോഗ്യതയുള്ള പലരും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുമില്ല. നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യാൻ പാടുള്ളൂ. ശരിക്കും ഒരു സ്പെഷ്യൽ റൂളോ ഒരു അമെൻമെന്റോ ഒന്നും ഇല്ലാതെയാണ് PSC അവരെ എക്സാം എഴുതാൻ സമ്മതിച്ചതെന്ന്. ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ കീഴിൽ നടത്തുന്ന 2 വർഷത്തെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സും സാനിറ്ററി ഇൻസ്പെക്ടർ സർട്ടിഫിക്കറ്റ് കോഴ്സും തുല്യ യോഗ്യതയായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആവശ്യമായ യോഗ്യതയില്ലാത്തവരാണ് പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. ഹെൽത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മക്കൾ ഈ കോഴ്സ് ചെയ്തിട്ടുണ്ട്. അവരെയും കൂടെ ഈ ലിസ്റ്റിലേക്ക് ഉൾക്കൊള്ളിക്കാനുള്ളൊരു സമ്മർദ്ദം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വരുന്നുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. 9 ജില്ലയിലെ പട്ടിക മാത്രമാണ് ഇതുവരെ പ്രസിദ്ധീകരിച്ചത്. ഇതിൽ യോഗ്യതയുള്ളവർ ഉൾപ്പെടാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുകയും ട്രിബ്യൂണൽ തുടർ നടപടികൾ നിർത്തിവെക്കാൻ ഉത്തരവിടുകയും ചെയ്തു. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ട്രിബ്യൂണൽ വിശദീകരണം തേടിയിട്ടുണ്ട്. അർബൻ അഫയേഴ്സ്, P&ARD, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം എന്നിവിടങ്ങളിൽ നിന്ന് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ റിപ്പോർട്ടുണ്ടായിട്ടും അന്തിമ ഉത്തരവ് വൈകുന്നുവെന്നാണ് ആരോപണം. മീഡിയ 1 തിരുവനന്തപുരം.